Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് BDJS ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥിയെ ഒറ്റക്കെട്ടായാണ് തീരുമാനിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത്. LDF, UDF സ്ഥാനാർത്ഥികൾ ആരാണെന്നറിയാനാണ് കാത്തിരുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മണ്ഡലത്തിൽ BDJSന്റെ വോട്ട് എവിടെയും പോവില്ലെന്നും അത് കൃത്യമായി NDAയിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ആഴ്ച മുമ്പ് തന്നെ മീഡിയ ഞങ്ങൾ പറഞ്ഞതാണ്. കാര്യം BDJSന്റെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് നിർത്താൻ ഉദ്ദേശിച്ചില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന്റെയും നിയമസഭാ ഇലക്ഷനുള്ള പ്രീ പ്രിപ്പറേഷൻ നിൽക്കുകയാണ്. അതുകൊണ്ട് NDAയുടെ ഒരു സ്ഥാനാർത്ഥി, കോമൺ ആയിട്ട് സ്ഥാനാർത്ഥി വരണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറയുകയും ചെയ്തു. അത് രാജീവ്ജിയായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് ഇതെല്ലാം തീരുമാനമെടുത്തിട്ടുള്ളത്. ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ തീരുമാനമെടുത്തു. ഒരു ഘട്ടത്തിൽ BDJSന്റെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു കാര്യം ഞങ്ങളെ പറഞ്ഞാലല്ലേ. ഗിരീഷ് മേക്കറാണ് അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞത്. മാത്രമല്ല ഈ പറഞ്ഞ അദ്ദേഹവും ഞാൻ നേരത്തെ ബന്ധപ്പെട്ടിരുന്നതാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. കാര്യം ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ ഈ സമയത്ത് ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായ സ്റ്റാൻഡ് BDJSന്റെ സ്റ്റേറ്റ് കൗൺസിൽ എടുത്തിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കേണ്ടായെന്നും BJP പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചത്. ആ തീരുമാനം തന്നെ ഞങ്ങൾ അതിനുശേഷം രാജീവ്ജിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ 3-4 ദിവസങ്ങളായി ഡിസ്കസ് ചെയ്ത ശേഷം കാര്യം ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന അല്ല ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാതിരുന്നത്. ആരൊക്കെ ഇവിടെ സ്ഥാനാർത്ഥികളായി വരും എന്ന് ഞങ്ങൾക്ക് അറിയണം. കാര്യം LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി മുമ്പോട്ട് വയ്ക്കാൻ. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നുള്ള സത്യാവസ്ഥ. അതിന് പിന്നെ മാധ്യമങ്ങൾ അത് സൃഷ്ടിച്ചത് BDJS ഇവിടെ NDA മത്സരിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിച്ചത് അത് മാധ്യമങ്ങളാണ്, ഞങ്ങളല്ല. അതായത് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് BJP മത്സരിച്ച ഘട്ടങ്ങളിലൊക്കെ വോട്ട് ഷെയർ കുറയുകയും എന്നാൽ BDJS മത്സരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ വോട്ട് ഷെയർ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലോ കാര്യം. അത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ BDJS ഈ മണ്ഡലത്തിൽ മത്സരിച്ച ഘട്ടത്തില് അപ്പം അത് പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് BDJSന്റെ കൃത്യമായിട്ടുള്ള വോട്ട് BJPക്ക് വീഴാത്തത്? അതെങ്ങനെ പറയുന്നത്? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന സുരേന്ദ്രജി മത്സരിച്ചപ്പം ഇവിടെ കിട്ടിയുള്ള ഏറ്റവും കൂടുതൽ വോട്ട് അതാണ്. 17,000 വോട്ടാണ് കിട്ടിയത്. ലോക്സഭ കിട്ടിയ വോട്ട് 17,000 BDJS കിട്ടിയതിനേക്കാൾ കൂടുതലാണ് കിട്ടിയത്. അതൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ വരുന്ന വാർത്ത മാത്രമാണ്. ഒരു കാരണവശാലും അങ്ങനത്തെ പ്രശ്നം BDJSന്റെ വോട്ട് കൃത്യമായി NDA ചെന്നിരിക്കും. അതുപോലെ BJPയുടെ വോട്ട് കൃത്യമായി തന്നെ NDAയുടെ സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് കൊടുത്തിരിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ 2 ആയിട്ടല്ല ഞങ്ങൾ പോകുന്നത്.